നീറ്റ് എന്ന ദേശീയ പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ മാത്രം ഇന്ത്യയിൽ മെഡിക്കൽ പ്രവേശനം നടക്കുമ്പോൾ ജമ്മുവിലെ ശ്രീമാതാ വൈഷ്ണോ ദേവി മെഡിക്കൽ കോളേജിൽ നടന്നത് വിദ്യാഭ്യാസത്തെ മതത്തിന്റെ പേരിൽ വേട്ടയാടുന്ന ഒരു രാഷ്ട്രീയ പരീക്ഷണമാണ്. ഈ പരീക്ഷണത്തിന്റെ പിന്നിൽ രാജ്യത്തെ ഭരിക്കുന്ന BJPയുടെ ആശയധാര തന്നെയാണെന്ന ആരോപണം ശക്തമാവുകയാണ്. കശ്മീരിൽ നിന്നുള്ള 42 മുസ്ലിം വിദ്യാർത്ഥികൾ നീറ്റ് പരീക്ഷ വിജയിച്ചു. നിയമപരമായി ഭരണഘടനാപരമായി അവർക്കുള്ള അവകാശം അവർ നേടി. പക്ഷേ അവരുടെ മതം തെറ്റായതായിപ്പോയി. അതാണ് ഇവർ നേരിടുന്ന യഥാർത്ഥ കുറ്റം. ഹിന്ദു ഭക്തരുടെ സംഭാവനകൾ കൊണ്ട് പണിതതാണ് കോളേജ് എന്ന് പറഞ്ഞ് അതൊരു പ്രത്യേക മതത്തിന്റെ സ്വത്തായി മാറ്റാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. സർക്കാർ ധനസഹായത്തോടെ പ്രവർത്തിക്കുന്ന ഒരു മെഡിക്കൽ കോളേജിൽ മതാവകാശം ഉന്നയിക്കുന്നത് ഭരണഘടനയെ നേരെ വെല്ലുവിളിക്കുന്ന രാഷ്ട്രീയ അക്രമം തന്നെയാണ്. ഹിന്ദു വിദ്യാർത്ഥികൾക്ക് 100% സീറ്റുകൾ വേണമെന്ന ആവശ്യമുയർത്തിയ ഹിന്ദു സംഘടനകൾക്ക് പിന്നിൽ BJPയുടെ രാഷ്ട്രീയ പിന്തുണയുണ്ടെന്നത് മറച്ചുവെക്കാനാവില്ല. ഈ ആവശ്യവുമായി BJP നേതാക്കൾ ക്ഷേത്ര ബോർഡ് ചെയർമാനായ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹയെ സമീപിച്ചതോടെ വിഷയം വിദ്യാഭ്യാസത്തിൽ നിന്ന് പുറത്തു വന്ന് പൂർണ്ണമായും മതരാഷ്ട്രീയ അജണ്ടയാക്കി മാറ്റി. നമ്മുടെ മതം വിദ്വേഷം പഠിപ്പിക്കുന്നില്ല എന്ന് പറയുന്ന BJP നേതാക്കൾ തന്നെയാണ് ഒരേ സമയം മുസ്ലിം വിദ്യാർത്ഥികളെ ഈ കോളേജിൽ നിന്ന് പുറത്താക്കണമെന്ന് ആവശ്യപ്പെടുന്നത്. ഇത് BJP രാഷ്ട്രീയത്തിന്റെ സ്ഥിരം മുഖമാണ്. വിദ്യാർത്ഥികൾ സമരം ചെയ്തില്ല, അവർ അക്രമം നടത്തിയില്ല, അവർ ഒരൊറ്റ കാര്യമാണ് ചെയ്തത്: പഠിച്ചു, പരീക്ഷ എഴുതി, വിജയിച്ചു. അതുകൊണ്ടാണ് അവർക്ക് ഭീഷണിയായത്. BJPക്ക് ഭയമാണ് മുസ്ലിം വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസത്തോട്, അവർ ഡോക്ടർമാരായി മാറിയാൽ ഉയർത്തുന്ന ചോദ്യങ്ങളോട്, അവർ നിയമം പഠിച്ചാൽ ഭരണഘടന മുന്നിൽ പിടിച്ച് ചോദ്യം ചെയ്യുമെന്ന ബോധത്തോട്. അതുകൊണ്ടാണ് വിദ്യാഭ്യാസം തന്നെ ആയുധമാക്കി മാറ്റിയത്. പ്രതിഷേധങ്ങളുടെ പേരിൽ മാസങ്ങൾക്കു ശേഷം നാഷണൽ മെഡിക്കൽ കമ്മീഷൻ MBBS കോഴ്സിന്റെ അനുമതി പിൻവലിച്ചത് ഗൗരവമേറിയ സംശയങ്ങൾ ഉയർത്തുന്നുണ്ട്. നിയമലംഘനം ഉണ്ടായിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് പ്രവേശന സമയത്ത് അത് കണ്ടില്ല? എന്തുകൊണ്ട് സമരങ്ങൾ ശക്തമായതിനു ശേഷം നടപടി? ഇത് അശക്തമായ ഭരണകൂടത്തിന്റെ പിഴവല്ല, ഇത് കൃത്യമായി ആസൂത്രണം ചെയ്ത രാഷ്ട്രീയ ഇടപെടലാണ്. 42 മുസ്ലിം വിദ്യാർത്ഥികളുടെ അക്കാദമിക് വർഷം, മാനസിക ആരോഗ്യം, ഭാവി എല്ലാം ബലിയാടുകളായി. BJPയുടെ മതരാഷ്ട്രീയ പരീക്ഷണത്തിന്റെ ഇരകൾ. ഇന്ത്യൻ ഭരണഘടന മതനിരപേക്ഷമാണ്, പക്ഷേ BJP ഉയർത്തുന്ന രാഷ്ട്രീയ ബോധത്തിന് അത് ബാധകമല്ല. വൈഷ്ണോദേവി മെഡിക്കൽ കോളേജ് വിഷയം ഒരു സ്ഥാപനത്തിന്റെ പ്രശ്നമല്ല, ഇത് മുന്നറിയിപ്പാണ്. നാളെ മറ്റൊരു കോളേജ്, മറ്റൊരു മതം, മറ്റൊരു കൂട്ടം വിദ്യാർത്ഥികൾ. ഇപ്പോൾ പ്രതികരിച്ചില്ലെങ്കിൽ നാളെ വിദ്യാഭ്യാസം തന്നെ ഭക്തി സർട്ടിഫിക്കറ്റ് ചോദിക്കുന്ന കാലം വരും. ന്യൂസ് ഡെസ്ക് ZECO ന്യൂസ്.